3, 2, 1 go. ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് യാത്രയാവുകയാണ് കാശ്മീരിലോട്ട്. ഫസ്റ്റ് ഡേ ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് അക്രോസ് ഇന്ത്യ. സോ ഇനി ഈ ഒരു ഇൻട്രോഡക്റ്റിൽ ഒരു മാസം കഴിഞ്ഞിട്ടേ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയുണ്ട് ഇവിടെ, അമ്മാമ്മയുണ്ട്. ജോഹിൻ എവിടെയാണ് കുളിക്കുകയാണോ? ജോഹിൻ കുളിക്കുകയാണ്. ഡാഡി ഇവിടെയുണ്ട്. സെറ്റല്ലേ? എല്ലാം സെറ്റ്. അമ്മയോ? അമ്മാമ്മയും സെറ്റ്. വിളി വന്നു വീട്ടിൽ നിന്നല്ല, അവിടെ നിന്ന് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം പോകണം. ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. എത്ര പേര് എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. സോ ടെൻഷൻ നോക്കട്ടെ ഗൈസ്. നമ്മൾ നമ്മുടെ ഇടവക പള്ളിയിൽ നിന്നാണ് കേട്ടോ, സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ച്. ഇവിടെ നിന്നാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യണത് കേട്ടോ. പള്ളി ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് നിൽക്കാനൊക്കെ ഇവിടെ സൗകര്യം കൂടുതലുണ്ട് കേട്ടോ. ഹായ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. താങ്ക് യു. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കാനും സൗകര്യം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. താങ്ക് യു. ഇപ്പൊ ഫ്ലാഗ് ഓഫ് അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫർ ജോമോൻ, താങ്ക്സ് മാൻ ഫോർ കമ്മിങ്. ഫോട്ടോ എടുത്തോളൂ, ഇടി കിട്ടുന്ന കളി. ഫോട്ടോ എടുത്തില്ലേ? എസ് എം പുരം കൊടുങ്ങല്ലൂർ അല്ലേ? ഓ അടിപൊളി. താങ്ക് യു. പേര് പ്രേം. നീയാ കാണാറുണ്ടെന്ന് പറഞ്ഞ എല്ലാ വീഡിയോസും? ആരാധകൻ. പേര് പറ. ധനഞ്ജയൻ. താങ്ക് യു. വ്ളോഗിൽ വരും, വ്ളോഗിൽ കണ്ടോളോ. ജോവിൽ. താങ്ക് യു. ഹായ്. താങ്ക്സ്. സോ ഇനി കുറച്ച് പേരണി വരാനുണ്ട്. അവരണി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ ഫ്ലാഗ് ഓഫ് പരിപാടികൾ ഇതുണ്ടാവുന്നു. സ്പൈ ഉണ്ടാവും. വണ്ടിയിൽ കയറ്റിട്ട് പോകണമെങ്കിൽ വീഡിയോയിൽ വരും. വീഡിയോയിൽ വരാത്തൊന്നും കാട്ടില്ല. ഇല്ല, ഞാൻ നൈറ്റ് റൈഡ് ഇല്ല. ഈവനിങ് ഇല്ല. അല്ല, ചില സമയത്തൊക്കെ പണി അങ്ങനെ. പക്ഷെ കുറെ കാലത്ത് നല്ല മഞ്ഞുള്ള കാരണം കാലത്ത് റൈഡ് ചെയ്യലും ഇത് അറിയില്ല. ഡിപ്പെൻസ്, അതിന്റെ തരം പോലെ ഓരോന്നും ചെയ്യണം. കളക്ട് ചെയ്യാൻ നോക്കണം. എന്താന്നുള്ളതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കുറച്ചുകൂടി ഇതായിരിക്കും. മാൻ, താങ്ക് യു. ജിൻസോ ഭായ് വ്ളോഗിൽ വരും കേട്ടോ. ഊക്കരുത്, വ്ളോഗിൽ വരും. തൃശ്ശൂർ ന്യൂസ് ചാനലിൽ കൊടുത്താൽ ഞാൻ ചിലപ്പോൾ തിരിച്ചെത്തും. സെറ്റല്ലേ? ചെറിയൊരു പോണ്. മാറ്റും ഉണ്ട്, എല്ലാ ഇതുകളും ഉണ്ട്. സോളോ ആണ്. ഫ്ലാഗ് ഓഫിന് വേണ്ടി വന്നവരാ. ഫ്ലാഗ് ഓഫിന് വേണ്ടിട്ട് ഫുള്ള്. ബോർഡുണ്ട്. അത് വെക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. വയ്ക്കും, ഓൺ ദ വേയിൽ വയ്ക്കും. അതെ, വീട്ടും പേരും കുടുംബ പേരും ഒക്കെ എത്തണം. അതെ വയ്ക്കാം, ഓൺ ദ വേയിൽ വയ്ക്കാം. ഉണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ്. വരാത്ത എല്ലാവർക്കും അത് വ്ളോഗിലൂടെ എല്ലാവരും കാണും. നമുക്ക് സൈക്കിൾ തന്നെ ഇറങ്ങാം. നമസ്കാരം എല്ലാവർക്കും. ജോയിന്റ്
നമ്മുടെയും ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും വളരെ നന്ദി. ഓരോ ക്ലബിൻ്റെയും ആളുകൾ ഓരോ ആളുകളായി വന്നിട്ട് ജോയലിന് ഒരു ആശംസ നേരേണ്ടതാണ്. കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഓരോരുത്തരായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു വിഷസ് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. എല്ലാവരും അറിയാലോ, ആ ടീം റൈഡേഴ്സിന്റെ നജുമുക്ക. ഓൾ ഇന്ത്യ സന്ദർശനമായിട്ട് പോവുകയാണ്. ഒറ്റയ്ക്കാണ് പോണേ. നിങ്ങളൊക്കെ കൂടെ പോണ്ടാണെന്ന് ഞാൻ പറയാം. ആരെങ്കിലും ഒന്നിട്ട് വേറൊക്കെ കൂടെ പോണം. ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നു. അതെ എന്തായാലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ SM പുരം താങ്ക്സ് ഫോർ കമ്മിങ്. തീർച്ചയായിട്ടും വ്ളോഗ് കണ്ടാൽ മതി. ഓക്കെ താങ്ക് യു. അങ്ങനെ ഫ്ലാഗ് ഓഫും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇനി ഞാനും നിങ്ങളും മാത്രം സൂപ്പർ എക്സൈറ്റഡ്. ഒന്ന് റെഡി ആവണം കേട്ടോ. എൻ്റെ മനസ്സിൽ കുറച്ച് വിഷമതകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വീട് വിട്ട് പോകണതിൻ്റെ മടിയും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ രണ്ടുപേരും നമ്മൾ മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്ലാൻ വരുന്നത് ആക്ച്വലി ഇവിടെ നിന്ന് നേരെ പാലക്കാടാണ് റൂട്ട്. മുന്നേ പറഞ്ഞതുപോലെ പാലക്കാട്, കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ, ഹംപി, പിന്നെ മുംബൈ വഴി ഗുജറാത്ത് അങ്ങനെ കയറും. അതിലിപ്പോൾ എവിടെയൊക്കെ ഡീവിയേഷൻസ് എടുക്കുന്നത് അറിയില്ല. കാരണം ഇതൊരു അഴിച്ചു വിട്ട പട്ടമാണ്. അങ്ങനെ ഫുള്ളി പ്ലാൻഡ് അല്ല. ഇപ്പോൾ ബാംഗ്ലൂർ വരിക എത്തിയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ പ്ലാനിങ്. അപ്പോൾ അതിനനുസരിച്ച് ഹായ്, താങ്ക് യു. അപ്പോൾ ബാംഗ്ലൂർ എത്തട്ടെ ആദ്യം. നല്ല രീതിയിൽ വെയിറ്റുള്ള കാരണം നമ്മുടെ സാധാരണ MTB പോലെ നമ്മൾ നോർമലി റൈഡ് ചെയ്യുന്ന പോലെ റൈഡ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. ബാക്കിലൊരു 5 കിലോ ഉണ്ട്, ബാക്കിലൊരു 5 കിലോ, ഫ്രണ്ടിലൊരു 3.5 കിലോ, 3 കിലോ എന്തായാലും ഉണ്ടാവും. ഫ്രണ്ടിൽ 3 കിലോയും ബാക്കിലൊരു 5 കിലോയും. അപ്പോൾ അങ്ങനെ റൈഡ് ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു എന്തെങ്കിലും കുറവുകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം എൻ്റെ കണ്ണിൽ കാണണമെന്ന് ആയിരിക്കും നിങ്ങളെ. ഇപ്പോൾ നമ്മൾ നടത്തറ എത്തി. ഒരാൾ മീറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിപിൻ ചേട്ടൻ. അപ്പോൾ കാണാം. ഫുൾ സെറ്റ് വരില്ലേ? വായ മണ്ണ് തിന്തിരിക്കും. ഓക്കെ ഒന്ന് ചവിട്ടി പരിചയമാവാനുണ്ട് കേട്ടോ. എല്ലാം ഒരു ടൈറ്റ്, ഒരു മുറുക്കം. നമ്മളൊപ്പം ഒരു 10-20 പേര് നമ്മളെ എക്കമ്പനി ചെയ്യുന്നുണ്ട് കേട്ടോ റൈഡിനെ. അവർ കുതിരാൻ വരെ എന്തായാലും ഉണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരും. ഇന്ന് ഒരു മുടക്ക് ദിവസമാണ്. അപ്പോൾ പിന്നെ അവരും റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ വണ്ടി വരുമ്പോഴാണ് പണിയാവോ സീൻ. എങ്ങോട്ടേലും കാഴ്ച കണ്ട് പോകുമ്പോഴേ നോക്കാം, വരണോടത്ത് വെച്ച് കാണാം. ഒരടി ചവിട്ടാൻ പറ്റണില്ല കേട്ടോ, ഒരടി ചവിട്ടാൻ പറ്റണില്ല. എൻ്റെ പൊല്ലേ സീൻ. ഒടുക്കത്തെ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. പാലക്കാട് കഴിയണമെന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ ഇമാതിരി കാറ്റ്. എല്ലാവരും കേട്ടോ, എന്നെ മാത്രമല്ല എല്ലാവരുടെ കാര്യം. എൻ്റെ ഒപ്പം ഒരു 10 പേരോളം കമ്പനി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അവരുടെ അവസ്ഥ തന്നെ കേട്ടോ. 2 ദിവസം എടുക്കുന്നുണ്ട് കോയമ്പത്തൂർ എത്താൻ. ഭയങ്കര കാറ്റ് എൻ്റെ അമ്മേ.
ശരിക്കും വിന്റർ എക്സ്പെഡീഷൻ. മൺസൂൺ ആവുന്ന തോന്നുന്നുണ്ട്. ഡൽഹി എത്തുമ്പോൾ മൺസൂൺ എക്സ്പെഡീഷൻ ആവുമെന്ന് തോന്നുന്നുണ്ട്. അയ്യോ ഭയങ്കര കാറ്റ്. ഞങ്ങളങ്ങനെ ഫസ്റ്റത്തെ സ്റ്റോപ്പ് എടുത്തു കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റോപ്പ് കുതിരാൻ കഴിഞ്ഞിട്ട് ഒരു ചായക്കടയിൽ നിർത്തി. ഒരെണ്ണം ഞാൻ എടുത്തുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തു. ഞങ്ങൾ കുതിരാൻ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ആവറേജ് സ്പീഡ് എത്രയായിരുന്നു? ആവറേജ് എത്ര സ്പീഡ്? 7. ഇതിനെക്കാട്ടും വേദം നടന്നു വരണമായിരുന്നു അവിടുന്ന്. അതെങ്ങനെയത്? അതെ, ഓട്ടോറിക്ഷയുടെ സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 7 ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് കാറ്റുണ്ടായിരുന്നു. 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നടക്കണ സ്പീഡ് ഓടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് എടുത്ത് ഇനി കുതിരാൻ കഴിഞ്ഞു, ടണൽ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാറ്റ് നിങ്ങളുണ്ടാവില്ല. കഞ്ചിക്കോട് ആ ഭാഗത്തൊക്കെ കാറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് 150. അറിയില്ല, ഇനിയിപ്പോ കോയമ്പത്തൂരാണെന്ന് സ്റ്റേ പ്ലാൻ ചെയ്യണത്. നോക്കി നോക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. ഇനി സോ ഇനി അങ്ങോട്ട് സോളോ റൈഡ്. നിങ്ങൾ നേരെ തൃശ്ശൂർക്ക്. എന്റെ ഞാൻ വരട്ടെ തൃശ്ശൂർക്ക്. പുറത്തിറങ്ങണ്ടോ? അപ്പോൾ എല്ലാ ഇതും കഴിഞ്ഞു. നമ്മളിനി സോളോ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അങ്ങോട്ട് കേട്ടോ. ഇനി നേരെ കോയമ്പത്തൂര് പാലക്കാട് ഫുഡ് അടിക്കാൻ നിർത്തി കഴിഞ്ഞാൽ അവിടെ ഉച്ചയ്ക്ക് റെസ്റ്റ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് എന്തായാലും റെസ്റ്റാ. നീങ്ങൂല. അതെ, ഭയങ്കര ടയേർഡ് ആവും ചെയ്യും. അപ്പോൾ ശരത്തേനോട് ഒരു ബില്ല് പേ ചെയ്യാൻ വിളിക്കാം. ശരത് പറഞ്ഞാൽ മതി, ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കില്ല. അപ്പോൾ ഓക്കെ, ബൈ. യൂട്യൂബ് ജോയൽ ജോഷി സെർച്ച് ചെയ്താൽ കിട്ടും. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം വെക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കട തുറന്നത് കണ്ടു. അപ്പോൾ ഈ സാധനം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കേരള ടു കാശ്മീരിൻ്റെ ആ ബോർഡ് ഇവിടെ വല്ലയിടത്തും വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ബോർഡ് ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആ പഞ്ച് ചെയ്യണ മെഷീനും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാ ആ പഞ്ച് ചെയ്യണ മെഷീനും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സാധനം കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പണി കഴിഞ്ഞില്ലേ. കാരണം ആൾക്കാരുകൾ തിരിച്ചറിയണം കേട്ടോ ഇങ്ങനെ ഒരു യാത്ര പോകുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. എവിടെയാണ് സെറ്റ് ചെയ്യാൻ ഞാൻ ആലോചിക്കണം. അപ്പോൾ നോക്കട്ടെ, എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. വയ്ക്കാം. ഇവിടെയും 2 ഹോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വയ്ക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മുട്ടും. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരുന്നോളൂ അല്ലേ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലത്തെ ഇത് ഫ്രണ്ടിലത്തെ അത് കൃത്യമായിട്ടുണ്ട്. കേരള ടു കാശ്മീർ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. ഹായ് പറഞ്ഞോ. നീ ചാനൽ എയർപോർട്ടിൽ പോലീസ് പിടിച്ചൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടോളോ. ഹായ് പറഞ്ഞോ. പേര്? ഷാഹി. നബീൻ. രണ്ടുപേരും ഷാഹി എന്നാ പേര്? ഷാഹിദ്. ഓക്കെ, വീഡിയോയിൽ വരും കേട്ടോ. ടാറ്റ. അപ്പോൾ ഇവരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ ഈ സാധനം വയ്ക്കാൻ വേണ്ടി. ഫ്രണ്ടിൽ ഓക്കെയാ, ബാക്കിലത്തെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ആ ഒരു ബോർഡ് വെച്ചതോടുകൂടി ആൾക്കാർ നോക്കി തുടങ്ങിയിട്ടപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് ആ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആൾക്കാർ നോക്കണത് ജസ്റ്റ് അത് വായിക്കാനുള്ള സമയം അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നേരം അവർ നോക്കും. ലൈക്ക് അത് പെട്ടെന്ന് വെച്ചപ്പോൾ മാറ്റം എനിക്ക് തോന്നി. അത് ഭയങ്കര ഉപകാരം കേട്ടോ സാധനം. കേരള ടു കാശ്മീർ എന്ന് വയ്ക്കുന്ന ബോർഡ്. സോ ഇങ്ങനത്തെ പ്ലാൻ കോയമ്പത്തൂർ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട്. കോയമ്പത്തൂർക്ക് ഞാൻ അവിടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 75 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പാലക്കാട് കഴിഞ്ഞ് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ സമയം 11:45. 72 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി 72 കിലോമീറ്റർ. ഇപ്പോൾ സമയം 11:45. അപ്പോൾ പോകുന്ന സമയത്ത്
ഫുഡ് അടിക്കാൻ കാരണം 2 മണിക്കൂർ റെസ്റ്റ് അവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് ഡയറക്റ്റ് അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചേട്ടാ കോയമ്പത്തൂർക്ക്. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു തീരുമാനമാവും. ഗൈസ്, ഞാൻ ഹൈവേയുടെ സൈഡിലുള്ള ഒരു കടയിൽ മന്തി കഴിക്കാൻ കയറിയിട്ടാണ്. ചേട്ടാ ഇത് വേണ്ട, അത് കൊണ്ടുപോകും, മഴ വേണ്ട. മന്തി കഴിക്കാൻ കയറി. കാരണം അവിടെ പാലക്കാട് എത്തുമ്പോഴേക്കും കുറച്ചധികം നേരം വൈകിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നേരം കാലത്ത് 3 ബ്രെഡും മുട്ടയൊക്കെ കഴിച്ചിട്ടുള്ളൂ, ബേസിക്കായിട്ടുള്ളത് കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചെറിയൊരു ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്തു. ഇവിടെ നിന്ന് ഇനി ഒരു 60 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് കേട്ടോ. അപ്പോൾ 12:15 ഇനി 22 കിലോമീറ്റർ പോയാലാണ് നമ്മൾ പാലക്കാട് എത്തുള്ളൂ. അപ്പോൾ 22 കിലോമീറ്റർ ഇനി റൈഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ മന്തി കഴിക്കാൻ വിചാരിച്ചു കേട്ടോ, ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് വിടാമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു കേട്ടോ. 3:19 കേട്ടോ. 3:19. 12 മണിക്ക് ഫുഡ് കഴിക്കാൻ കയറി. 1 മണിക്കൂർ 1.25 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. 1.25 മണിക്കൂർ ചെറിയൊരു ഉറക്കം, പവർ നാപ്പ് പോലെ. 1.25 മണിക്കൂർ, 1 മണിക്കൂർ മാക്സിമം പോയാൽ പിന്നെ വീണ്ടും അവിടെ ഇരുന്നു. 12:15 തൊട്ട് 2:45 വരെ, 3 മണി വരെ ആ മന്തി കഴിച്ച കടയിൽ തന്നെ ഇരുന്നു കേട്ടോ. റിഫ്രഷ് ആയി 1 മണിയും. റെഡി ടു ഗോ. ഇനി നമുക്കൊരു 60 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ വഴിയൊക്കെ നമ്മൾ എപ്പോഴും റൈഡ് ചെയ്ത് പോയാൽ തന്നെ ഭയങ്കര ഒരുത്തരാണ് നിർത്താൻ തോന്നണില്ല. അപ്പോൾ ഡയറക്റ്റ് ഇവിടെയാണ്. പാലക്കാട് ആൾ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ പാലക്കാട് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് കേട്ടോ. കോയമ്പത്തൂരാണെന്ന് നൈറ്റ് സ്റ്റേ വരണത്. കോയമ്പത്തൂർ രാത്രി സ്റ്റേ ചെയ്യാൻ നമ്മുടെ സ്പോൺസർ ഒരാളില്ലേ, ഇതിൽ കണ്ടില്ലേ, നള പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, കുറുക്കഞ്ചേരിയുള്ളത് നള പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യണത്. പാലക്കാട്ടേക്ക് നേരെ, കോയമ്പത്തൂർ നേരെ, സേലം നേരെ, ഞാനും നേരെ പോവാണ്. അപ്പോൾ ലുലു മാൾ കഴിഞ്ഞിട്ട് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് കാണാൻ പറഞ്ഞിട്ടുള്ള സൈക്ലിംഗ് ക്ലബിലത്തെ ഒരു മെമ്പർ കേട്ടോ. അപ്പോൾ ലുലു മാൾ കഴിഞ്ഞിട്ട് വിളിക്കാം. ഇതെന്തൊരു സംഭവം, ഞാൻ ഇപ്പോൾ ലുലു മാളിൻ്റെ അവിടെ എത്തിയിട്ടാ. എനിക്ക് തോന്നുന്നത് ഇതടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ട്. ഈ പൈപ്പ് നോക്കി ബാക്കിലും ഉണ്ട് കേട്ടോ. കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണെന്നുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഇതിൽ നിറച്ചിരിക്കണതാണെന്നുണ്ട്. നമ്മളിപ്പോൾ ഇതേ ലുലു മാളിൻ്റെ അവിടെ എത്തി. മോനെ ഒറ്റയ്ക്ക് കൊണ്ട് പഠിച്ചു തുടങ്ങിട്ടാ. ആദ്യം കുറച്ചൊരു ഇതുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കൊണ്ട്. ഒന്ന് മാനുവറബിലിറ്റി ഒന്ന് കൂടി അപ്ഗ്രേഡായി വരുന്നുണ്ട് ലെവല്. കട്ട് ചെയ്ത് പോകണം. റെഡ് സിഗ്നലാ. ലുലു മാള് പാലക്കാട്ടത്തെ പോയിട്ടുള്ളവർ താഴെ കമൻറ്റ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കൊടൈക്കനാൽ പോയപ്പോഴും ഇതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല അതിനുള്ളിലേക്ക്. വലുതാൻ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. മിസ്റ്റർ ദിലീപ് അല്ലേ, പാലക്കാട് ഫോർട്ട് പെഡലേഴ്സിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ മിസ്റ്റർ ദിലീപ്. അപ്പോൾ ആളെ ഒന്ന് പാലക്കാട് മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആളായിരുന്നു പാലക്കാട് സ്റ്റേ റെഡിയാക്കി നിൽക്കായിരുന്നു. അപ്പോഴാണ് നമുക്ക് കോയമ്പത്തൂർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് വലിയൊരു സംഭവമാണല്ലോ, സഞ്ചാരിയിലെ ഷെഫ് പിള്ളയുടെ. ഓ ഇവിടെ വന്നത് എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. ഷെഫ് പിള്ളയുടെ കൊള്ളാം. അപ്പോൾ അപ്പുറത്താണോ ഇതിവിടെ എൻട്രി ഉണ്ടോ? ഇത് കൊള്ളാട്ടോ. ആനന്ദ് ഭവൻ ഉണ്ട്, വെജ് നോൺ വെജ്, സഞ്ചാരി നോൺ വെജ്, ഷെഫ് പിള്ളയുടെ ഇത് വലിയൊരു ഇത് കേട്ടോ. വലിയൊരു സ്ഥലം, നല്ല ഏരിയ ഉണ്ടല്ലേ, നല്ലൊരു ഏരിയ. കൊള്ളാം കഴിച്ചു. സോ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട് ബേയുടെ അടുത്ത് ബൈക്ക് ഇവിടെ വെച്ചു. കേബിൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വലിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കണം. ഈ കേബിൾ ഇവിടെ ഒരു വലിച്ചിൽ ഫീലാകുന്നുണ്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോഴേ. അത് ബ്രേക്കിൻ്റെ കേബിളായിരിക്കണത് ഈ സാധനം കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ആയിട്ടുണ്ടാകും തൃശ്ശൂരിൽ നിന്ന്
കോയമ്പത്തൂർ വരെ ഒരു 100 കിലോമീറ്റർ സിമ്പിളായിരുന്നു കേട്ടോ. ഞാൻ ആ റെസ്റ്റ് കൂടി എടുത്ത കാരണം കുറച്ചുകൂടി ഒരു സമാധാനമായിട്ട് റിഫ്രഷായിട്ട് റൈഡ് ചെയ്യാൻ പറ്റി കേട്ടോ. ആളെവിടെയാണ് നോക്കട്ടെ, ആളെവിടെ പോയേ. സോ ഇതുവരെ ഓൾ സെറ്റ്. രാത്രി അവണേക്കാട്ട് മുന്നേ ഇവിടേക്ക് എത്തണം, കോയമ്പത്തൂർ എത്തണം. പറവൂരിന്നോ എന്തോ പറഞ്ഞൊരു സ്ഥലത്ത് കേട്ടാ. അവിടെ എന്തായാലും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, അങ്ങനെ വീഡിയോ ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മുന്നേ കോയമ്പത്തൂർ എത്തണം ഇത് കഴിച്ചിട്ട്. മിക്സഡ് ഫ്രൂട്ട് സലാഡോ, മിക്സഡ് ഫ്രൂട്ട് സലാഡ് കേട്ടോ. ഫ്രൂട്ട് ബേന്ന് കൊള്ളാം. ഒന്ന് എൻജിനൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എന്തോരം അങ്ങോട്ട് ആയിട്ട് കൂളാവണില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിൻ്റെ AC-യുടെ ഉള്ളിൽ വന്നിരിക്കണം, എന്നിട്ട് അങ്ങോട്ട് കൂളാവണില്ല. ഇത് കഴിച്ചിട്ട് കൂളാക്കുമെന്ന് വിചാരിക്കണം. ഇനി ഒരു 44 കിലോമീറ്റർ പോകാനുണ്ട്, നോക്കി നോക്കാം. നമ്മളങ്ങനെ വാളയാർ എത്തിയിട്ടാ. വാളയാർ കൊടൈക്കനാൽ വന്നപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വാളയാർ നമ്മളിപ്പോൾ ഇന്ന് തന്നെ കേരളം വിടും. കേരളം വിട്ടിട്ട് കോയമ്പത്തൂർ കയറും കേട്ടോ. കേരള ടു കാശ്മീർ. അവരെന്തോ പറഞ്ഞു കേട്ടോ, എന്തിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണോ. ആ ചേച്ചി കുറേ വായിക്കണു. ഇതാതോടെ ചെക്ക് പോസ്റ്റ്. എവിടെയായിട്ടാണ് വരണേ കേട്ടോ വാളയാർ ചെക്ക് പോസ്റ്റ് വരണത്. സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു റൂം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം ഞാൻ റൈഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി ഒരു 80 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്യുള്ളൂ. ഞാൻ റൂമിലെത്തിയിട്ട് കാട്ടിയല്ലോ കേട്ടോ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്യുന്നുണ്ടെന്ന്, ടോട്ടൽ ചെയ്തു എന്ന്. ഇപ്പോൾ വാളയാർ എത്തി. ഹായ് ഹായ് ഹായ്. അതെ അതെ ഹായ്. അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, പെരുന്നാളിനന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ അടിപൊളി. നിങ്ങളെവിടെ പോയിട്ടാ? കോയമ്പത്തൂർ പോകണം. അതെ അടിപൊളി അടിപൊളി. ഹായ് പറഞ്ഞോ. ചെറിയൊരു റൈഡ്, ചെറുത് കാശ്മീർ വരെ. അതെ ചെറിയൊരു യാത്ര സോളോ. ഇന്നിപ്പോൾ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേ ഉണ്ട്, റൂമുണ്ട്. അപ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ എവിടെ എത്തും എന്തെത്തുന്നൊക്കെ നോക്കണം, അതൊന്ന് നോക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇന്ന് 8 മണി നേരം വൈകി, ഭയങ്കര ലേറ്റായി. പള്ളിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് നാളെ തൊട്ട് വരും. വീഡിയോസ് വന്നു തുടങ്ങും. ഇതിൽ വരും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരു 10 കിലോമീറ്ററിന് പോയി കഴിഞ്ഞാൽ നമ്മൾ റൂമും കാര്യങ്ങളും എത്തും. ലൈറ്റ് ഇട്ടു, സമയം കുറച്ച് ലേറ്റായി, 7 മണിയായി. 7 മണി ആവാറായി, 6:30 കഴിഞ്ഞു. സോ ഇനി വീഡിയോ എടുത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, വല്ലാണ്ട് ലേറ്റാവും. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഭയങ്കര ലേറ്റായി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലേറ്റ് റൈഡ് വന്നത്. ഭാഗ്യത്തിന് ലൈറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, കുഴപ്പമൊന്നുമില്ല. സോ ഇത്രയും നേരം വൈകില്ല കേട്ടോ ഇനി തൊട്ട്. ഇതിലുള്ള റൂമുള്ള കാരണമാണ്. സോ സ്റ്റേ ട്യൂൺഡ്. നാളെ മിക്കതും കിടിലൻ വ്ളോഗുകളായിട്ട് ടെൻറ്റ് സ്റ്റേ, കുക്കിങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. മൈസൂർക്കാണ് നമ്മൾ കയറാൻ പോണത്. മൈസൂർ ചെക്ക് പോസ്റ്റിൽ കയറാൻ പറ്റുമോ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ പയ്യെ പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണം. കമൻറ്റിലൂടെയോ ലൈക്കിലൂടെയോ എങ്ങനെയെങ്കിലും. ഭയങ്കര ടയർഡായി ഗൈസ്. ഇനിയൊരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട് റൈഡ് ചെയ്തിട്ട് പോട്ടെ. നാളെ 6 മണിക്ക് കാണാം. ബൈ.